കേരളത്തിൽ ഇടിയൻ പോലീസ്, തമിഴ്നാട്ടിൽ പീഡന വീരന്മാർ. കാക്കിയിട്ടവൻ ഏതു നാട്ടിലും കാടൻ മുഖമാണ്. പൊതുജനങ്ങൾക്ക് സുരക്ഷയും സംരക്ഷണവും നൽകേണ്ട പോലീസുകാർ ക്രിമിനലുകളെ പോലെയാണ് പെരുമാറുന്നത്. കസ്റ്റഡി മർദ്ദനങ്ങളും പൊതുജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമവുമാണ് കേരള പോലീസിനെ കളങ്കപ്പെടുത്തുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും പോലും വേട്ടയാടുന്ന പോലീസുകാർ. തിരുവണ്ണാമലയിൽ രാത്രി ഡ്യൂട്ടിക്കിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തിയതോടെ 2 പോലീസുകാർക്കെതിരെ നടപടി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഓട്ടോ ഡ്രൈവറെ അകാരണമായി മർദ്ദിച്ച പോലീസിൻ്റെ ക്രൂരതയെക്കുറിച്ചും കേട്ടു. ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്ന കാക്കിയിട്ടവരെ നിലയ്ക്ക് നിർത്തേണ്ടത് ആരാണ്? ഇതിന് ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആരാണ് ഈ നാട്ടിലെ പോലീസുകാരെ അഴിഞ്ഞാടാൻ വിടുന്നത്? പൊതുജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന കാക്കിയിട്ട ഗുണ്ടകൾക്ക് ഭരണ നേതൃത്വം തന്നെ തണലൊരുക്കുന്ന കാഴ്ച. കേരളത്തിലെ ഓരോ പോലീസ് അതിക്രമങ്ങളെയും ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങ് ഇടയ്ക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. പൊതുജനങ്ങൾക്ക് പോലീസിനെ കണ്ടാൽ ഇപ്പോൾ പേടിയാണ്. നെയ്യാറ്റിൻകര പൂവാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെയുണ്ടായ അതിക്രമത്തെയും ഒറ്റപ്പെട്ട സംഭവമായി പറയാൻ കഴിയുമോ? പൂവാർ സ്വദേശി നവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്നാണ് പരാതി. എന്നാൽ RSS റൂട്ട് മാർച്ചിനിടെ മദ്യപിച്ച് ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്ന ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ ന്യായീകരണം. പൂവാറിൽ നിന്ന് അരുമാനൂർ ഭാഗത്തേക്ക് RSSന്റെ റൂട്ട് മാർച്ച് നടക്കുമ്പോൾ എതിർദിശയിൽ വരികയായിരുന്നു നവാസിന്റെ ഓട്ടോറിക്ഷ. പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് നവാസിനെയും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ വിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയപ്പോൾ നവാസിന്റെ മുഖത്തു നിന്നും രക്തമൊഴുകുന്നതായിരുന്നു കണ്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ നവാസിന്റെ മുഖത്തുണ്ടായിരുന്ന മുറിവിൽ നിന്ന് രക്തം വന്നതെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ പോലീസ് മർദ്ദിച്ചതാണ് രക്തം വരാൻ കാരണമെന്ന് നവാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു. സാറേ നിങ്ങള് ആ അനിയാക്ക് വിടി. ഇത് അങ്ങേര് മറ്റേ ഇതായത് അങ്ങേര് കരള് വിഷയമുള്ള കരള് വിഷയമാണ്. നിങ്ങൾ വിടി, കരള് വിഷയം. ഇറച്ചിക്കടയിലെ തൊഴിലാളിയായ നവാസ് കടകളിൽ ഇറച്ചി കൊടുത്ത കാശ് ശേഖരിക്കാൻ പോയതാണെന്നും ലൈസൻസ് ഇല്ലാതെ ഓട്ടോറിക്ഷ ഓടിച്ചപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന് വണ്ടി മുന്നോട്ടെടുക്കുകയാണ് ഉണ്ടായതെന്നും ബന്ധുക്കൾ പറയുന്നു. നവാസിന്റെ മുഖത്തുണ്ടായ മുറിവിന് ചികിത്സ നൽകുന്നതിനും മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിനും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നവാസിന്റെ കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശിനിയായ 19-കാരിക്ക് കാക്കിയിട്ടവരെ കണ്ടാൽ ഇപ്പോൾ പേടിയാണ്. ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു. കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്ന് കടയിലേക്ക് പഴങ്ങളുമായി സഹോദരിക്കൊപ്പം മിനി ട്രക്കിൽ വരുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത്. വാഹന പരിശോധന നടത്തുകയായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർ സഹോദരിയെ ആക്രമിച്ച ശേഷം 19-കാരിയെ വലിച്ചിടച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു. നിയമം നടപ്പാക്കേണ്ട പോലീസുകാർ കൊടും ക്രിമിനലുകളെ പോലെയാണ് ആ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ അറസ്റ്റിലായ തിരുവണ്ണാമലൈ ഈസ്റ്റ് സ്റ്റേഷനിലെ 2 പോലീസുകാരെയും പിരിച്ചുവിട്ടു. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ എന്നിവർക്കെതിരെ നടപടി ഉണ്ടായത്. തിരുവണ്ണാമലയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സുരേഷ് രാജും സുന്ദറും ചേർന്ന് പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്.
കുട്ടിയുടെ മൂത്ത സഹോദരിയുടെ മുന്നിൽ വെച്ചായിരുന്നു പ്രതികളായ പോലീസുകാരുടെ അതിക്രമം. തിരുവണ്ണാമലൈ വിഴുപ്പുറം ബൈപ്പാസിന് സമീപം ഏന്താൾ ഗ്രാമത്തിലെ ചെക്ക് പോസ്റ്റിലായിരുന്നു സംഭവം നടന്നത്. ക്ഷേത്ര പരിസരത്തെ വഴിയോരക്കടയിലേക്ക് ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്ന് സഹോദരിമാർ പഴങ്ങളുമായി മിനി ട്രക്കിൽ വരികയായിരുന്നു. പുലർച്ചെ 1 മണിക്ക് ഏന്താളിൽ എത്തിയപ്പോൾ വാഹനം പരിശോധിക്കാനെന്ന പേരിൽ പോലീസ് എത്തുകയായിരുന്നു. തുടർന്ന് സഹോദരിമാരെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കുകയും ഇളയ സഹോദരിയെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ഏറെ നേരത്തിന് ശേഷം പ്രതികൾ പെൺകുട്ടിയെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. തുടർന്ന് സഹോദരി നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ പെൺകുട്ടിയെ കണ്ടെത്തി. നാട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തിരുവണ്ണാമലൈ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പെൺകുട്ടിയുടെയും സഹോദരിയുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ രാജ് എന്നിവരെ പിടികൂടുകയും നടപടിയെടുക്കുകയും ചെയ്തത്. ന്യൂസ് 18 ചെന്നൈ. പോലീസ് ഏമാമാരുടെ ഗുണ്ടായിസവും അതിക്രമവും തുറന്നുകാട്ടുന്നതിനൊപ്പം അവർ ഡ്യൂട്ടിക്കിടെ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പോലീസിന് നേരെ പോലും കൊലവിളി മുഴക്കുന്നവർ ചിലപ്പോൾ അക്രമം അഴിച്ചുവിടുന്നുണ്ട്. തൃശൂർ ചാവക്കാട് സഹോദരനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൻ്റെ പ്രതിയായ യുവാവിനെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെയും ആക്രമണമുണ്ടായി. ചാവക്കാട് സ്റ്റേഷനിലെ SI ശരത് മോഹനും 4 പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് കുത്തേറ്റത്. കുത്തേറ്റ മണത്തല സ്വദേശി ഷമീറും പോലീസുകാരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതി നിസാറിനെ കീഴ്പ്പെടുത്തിയത്. മണത്തല സ്വദേശി ഷമീറിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി നിസാർ അമീറിനെ കസ്റ്റഡിയിലെടുക്കാൻ പുലർച്ചെ എത്തിയതാണ് ചാവക്കാട് സ്റ്റേഷനിലെ പോലീസുകാർ. എന്നാൽ വീട് വളഞ്ഞ പോലീസുകാർക്ക് നേരെ പ്രതി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സഹോദരനെ പരിക്കേൽപ്പിച്ചതറിഞ്ഞാണ് പോലീസുകാർ എത്തിയത്. ആദ്യഘട്ടത്തിൽ എത്തിയ പോലീസുകാരായ ശരത്തിനെ കുത്തുകയും അരുണിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം എത്തിയ പോലീസ് സംഘത്തെയും നിസാർ ആക്രമിച്ചു. 3 പോലീസുകാരെ 2ാം ഘട്ടത്തിലാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുത്തേറ്റ ചാവക്കാട് SIയും CPOയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമായ SIയുടെ കൈക്ക് ശസ്ത്രക്രിയ നടത്തി. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ നിസാറിനെ പോലീസ് കീഴടക്കിയത്. പരിക്കേറ്റ നിസാറിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോലീസുകാരെ ആക്രമിച്ച ശേഷം നിസാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ഇടപെടലാണ് നിർണായകമായത്. നിസാറിന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് നിഗമനം. ന്യൂസ് 18 തൃശൂർ. രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമവും ഭീതി പരത്തിയിരുന്ന കണ്ണൂർ നിരവധി കുടുംബങ്ങളുടെ കണ്ണീർ വീണിട്ടുള്ള നാടാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നിന്ന് കൊല്ലും കൊലയെക്കുറിച്ചും കേട്ടിട്ടേയില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ വീണ്ടും ബോംബേറും അക്രമ സംഭവങ്ങളും. ചെറുകുന്നിലാണ് BJP നേതാവിൻ്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജുവിൻ്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. സംഭവത്തിന് പിന്നിൽ CPM എന്നാണ് ആരോപണം. ഒരു ഫ്ലെക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരിൻ്റെ തുടർച്ചയായി നടന്ന ആക്രമണമെന്നാണ് സൂചന. പുലർച്ചെ 2:30-നായിരുന്നു BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി K ബിജുവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത്. ബോംബേറിൽ ബിജുവിന്റെ വീടിന്റെ മുൻഭാഗത്ത് നാശനഷ്ടമുണ്ടായി. ജനൽ ചില്ലുകൾ തകർന്നു. ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബിജുവും അച്ഛനും അമ്മയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കുകളൊന്നുമില്ല. ബോംബിന്റെ അവശിഷ്ടങ്ങൾ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസും ബോംബ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്തെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് കണ്ണപുരം പോലീസ് അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ CPM പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുകുന്ന് അമ്പലപ്പുറം സ്വദേശിയെയാണ് കണ്ണപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
കഴിഞ്ഞ ദിവസം ചെറുകുന്നിൽ ഒരു ഫ്ലക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് BJP CPM പ്രവർത്തകർ തമ്മിൽ തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് സൂചന. മുമ്പും CPM BJP സംഘർഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് കണ്ണപുരം. പിന്നീട് സ്ഥിതി ശാന്തമായെങ്കിലും ഫ്ലക്സ് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കം വീണ്ടും സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ CPM ആണെന്നാണ് BJPയുടെ ആരോപണം. ന്യൂസ് 18 കണ്ണൂർ. സമയം പുലർച്ചെ 2 മണി. നാട്ടുകാരെല്ലാം നല്ല ഉറക്കം പിടിക്കുന്ന സമയം. അപ്പോഴാണ് തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് സമീപം പ്ലാവൂരിലുള്ള ഒരു വീട്ടിൽ നിന്ന് ഉഗ്ര ശബ്ദം കേൾക്കുന്നത്. വീട്ടുകാർ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ വീടിന് മുന്നിൽ വലിയ തീപിടുത്തം. പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തി ചാമ്പലായ നിലയിൽ. പ്ലാവൂർ സ്വദേശി ശരത്തിൻ്റെ ബൈക്കാണ് കത്തി നിലയിൽ കണ്ടെത്തിയത്. തീപിടുത്തത്തിൽ വീടിൻ്റെ ജനാല ചില്ലുകൾ. തിരുവനന്തപുരം ജില്ലയിൽ അടുത്തിടെയായി വീടുകൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങൾ കത്തിക്കുന്ന സംഭവം തുടരുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ 5ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ തീവച്ച് നശിപ്പിച്ചിരുന്നു. കാട്ടാക്കടയ്ക്ക് സമീപം പ്ലാവൂർ പാപ്പനത്ത് ശരത്തിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിനാണ് ഒടുവിൽ തീവച്ചത്. പുലർച്ചെ 2:30യോടെയാണ് വാഹനം കത്തിയ നിലയിൽ കണ്ടത്. 2:30 സംഭവം. ഇവിടെ ഗ്ലാസ് പൊട്ടി ഭാഗത്ത് ചൂടെടുത്ത് പണി ചേച്ചി കണ്ടത്. അങ്ങനെ എന്നെ ഒന്ന് വിളിച്ച ടൈമിൽ മൊത്തം കത്തി ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം തീരും. ശരത്ത് 3 മാസങ്ങൾക്ക് മുമ്പാണ് ലോൺ എടുത്ത് ബൈക്ക് വാങ്ങിയത്. 1 ലക്ഷത്തിലേറെ വിലയുള്ള വാഹനം ഫിനാൻസ് വ്യവസ്ഥയിലാണ് എടുത്തിരിക്കുന്നത്. ശരത്തിന്റെ ബന്ധുവിന്റെ വീടിന് മുന്നിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. തീപിടുത്തത്തിൽ വീടിന്റെ ജനാലച്ചില്ലകളും നശിച്ചു. ഉടൻ തന്നെ പ്രദേശവാസികൾ സ്ഥലത്തെത്തിയതിനാൽ തീ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചില്ല. മുൻവൈരാഗ്യമുള്ള ആരെങ്കിലുമാണോ കൃത്യം ചെയ്തതെന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ശരത്തിന്റെ പരാതിയിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്തെ CCTV ദൃശ്യം ശേഖരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയിലെ ചില പ്രദേശങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ കരിഞ്ചന്തയിൽ വിൽക്കുന്ന വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഗുണ്ടായിസവും അക്രമവും നടത്തിയാണ് നിയമവിരുദ്ധ ഇടപാടുകൾ പലതും നടക്കുന്നത്. അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ യുവാവിനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് ഈ മാഫിയ സംഘങ്ങളാണ്. ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനാണ് അണക്കര വെള്ളാരംകുന്നിലുള്ള കിഴക്കേടത്ത് ഗ്യാസ് ഏജൻസി ജീവനക്കാരായ ജിസ്മോൻ എത്തിയത്. എന്നാൽ കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ഇവരെ തടഞ്ഞു. ജിസ്മോനെ തൂണിൽ കെട്ടിയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു, ബ്ലാക്കിന് വിൽക്കുന്നവരുണ്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്നു എന്ന് ചോദിച്ചൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ്. ആദ്യമേ ഒന്ന് അടിച്ചു. അപ്പോഴത്തേന് ഞാൻ താഴെ വീണു. പിന്നെ അവരുടെ ഭായിമാർ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ മേളിൽ കൊണ്ട് കെട്ടിയിട്ടു. പിന്നെ അവിടെ താഴെ കൂടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെ മർദ്ദിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞ് അയച്ചു വിട്ടെ. പോലീസ് എത്തിയാണ് ജിസ്മോനെയും കൂടെയുണ്ടായിരുന്ന ജീവനക്കാരനെയും സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തു. മുഖ്യപ്രതികളായ പാൽപാണ്ടി, പിതാവ് അശോകൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഗ്യാസ് ഏജൻസി ജീവനക്കാർ ചികിത്സയിലാണ്. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ നാട്ടിൽ ആർക്കും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ പ്രതിഷേധ സമരങ്ങൾ അക്രമത്തിലേക്ക് മാറുന്നത് അംഗീകരിക്കാനാകില്ല. കണ്ണൂർ കൂത്തുപറമ്പിൽ KP മോഹനന് MLAക്ക് നേരെയുള്ള കയ്യേറ്റം പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു. കണ്ണൂർ കരിയാട് അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് KP മോഹനന് നേരെ ആക്രമണമുണ്ടായത്. പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധം കയ്യേറ്റത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ MLA പരാതി നൽകിയില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ദ്രോഹികളെ
പ്രദേശത്ത് ഏറെക്കാലമായി ഡയാലിസിസ് സെന്റർ പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് മാലിന്യം ഒഴുക്കുന്നതായി നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. കരിയാട്ടെ അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു MLA. കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രതിഷേധം നടത്തുന്ന നാട്ടുകാർ MLAയെ കണ്ടതോടെ സംഘടിതമായി വളഞ്ഞു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രതിഷേധക്കാർ MLAയുടെ വാഹനം വഴിയിൽ തടയുകയായിരുന്നു. തുടർന്ന് ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകാൻ ഒരുങ്ങിയ MLAയെ പ്രതിഷേധക്കാർ പിടിച്ചു തള്ളുകയും ഷർട്ടിൽ പിടിച്ചു വലിക്കുകയുമായിരുന്നു. വിഷയം പലതവണ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വിഷയത്തിന്റെ ഗൗരവം അറിയാതെ ഒറ്റയ്ക്ക് സ്ഥലത്തെത്തിയ MLAയ്ക്ക് നേരെ നാട്ടുകാർ പാഞ്ഞെടുക്കുകയായിരുന്നു. MLAയെ കയ്യേറ്റം ചെയ്ത നാട്ടുകാർ മുന്നോട്ടു നീങ്ങാൻ അനുവദിച്ചതുമില്ല. ഒടുവിൽ പ്രതിഷേധക്കാർക്കിടയിൽ നിന്നും MLAയ്ക്ക് കഷ്ടിച്ചാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. ന്യൂസ് 18 കണ്ണൂർ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ഇടപാടുകളിലും അടിമുടി ദുരൂഹതയാണ്. കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതായി വിജിലൻസിന് വിവരം ലഭിച്ചു. 2020 ഫെബ്രുവരിയിൽ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവസ്വം ബോർഡിന് കത്തു നൽകിയ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്വർണ്ണപ്പാളി സ്ഥാപിച്ച് 3 മാസം മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു ദുരൂഹ നീക്കം. ഇതോടെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ബംഗളൂരുവിലേക്കും വ്യാപിപ്പിച്ചേക്കും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിലെ ദുരൂഹത കണ്ടെത്താൻ അന്വേഷണം ബംഗളൂരുവിലേക്ക് വ്യാപിപ്പിച്ച് ദേവസ്വം വിജിലൻസ്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം. വിജയ് മല്യ നേരത്തെ ശബരിമലയിൽ സ്വർണം പൂശിയ പാളികൾ നവീകരിക്കാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോവുകയായിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് അധികൃതരുടെ അനുമതിയോടെയായിരുന്നു പാളികൾ കൊണ്ടുപോയത്. 2019 സംഭവം. പിന്നീട് ഇതിൽ 4 കിലോയുടെ കുറവുണ്ടായി. പിന്നീട് വീണ്ടും നവീകരണം നടത്തി കൊണ്ടുവരികയായിരുന്നു. ഇതിനിടെ ദ്വാരപാലക പീഠം കാണാനില്ലെന്ന പരാതിയുമായി ഉണ്ണികൃഷ്ണൻ തന്നെ രംഗത്തെത്തി. പക്ഷേ ഇത് ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഇതോടെയാണ് ഉണ്ണികൃഷ്ണന്റെ ഇടപാടുകളിൽ സംശയം ഉയർന്നത്. സ്വർണ്ണപ്പാളി നവീകരണത്തിന്റെ പേരിൽ കോടികൾ പിരിച്ചെന്നാണ് സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രംഗത്തെത്തി. ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇയാൾ ശ്രമിച്ചതെന്നും സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ പാടില്ലായിരുന്നുവെന്നും പ്രശാന്ത് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിൽ കബളിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും പാവപ്പെട്ടവരായ ലോട്ടറി തൊഴിലാളികളാണ്. ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ ഉപയോഗിച്ചാണ് വ്യാപക തട്ടിപ്പ്. സമ്മാനാർഹമായ ഭാഗ്യക്കുറിയുടെ ഒന്നിലധികം കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എടുത്ത് പല കച്ചവടക്കാരിൽ നിന്ന് ചെറിയ സമ്മാനത്തുക കൈക്കലാക്കുന്നതാണ് രീതി. തൃശ്ശൂരിൽ ഇങ്ങനെ ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നും 15,000 രൂപ തട്ടിയെടുത്തതായി പരാതി. നറുക്കെടുപ്പിൽ 4ാം സമ്മാനമായ 5,000 രൂപ നേടിയ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകിയാണ് കാട്ടൂർ സ്വദേശി തേജസിൽ നിന്നും പണം തട്ടിയത്. ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിൽ എത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ മാസം 27-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കാട്ടൂർ ഹൈസ്കൂളിന് സമീപത്തെ തേജസിന്റെ ലോട്ടറി കടയിൽ ബൈക്കിലെത്തിയ യുവാവ് സമ്മാനം നേടിയ ടിക്കറ്റിന്റെ കളർ കോപ്പി നൽകുകയായിരുന്നു. കഴിഞ്ഞ 21-ന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധി ലോട്ടറിയുടെ 3 ടിക്കറ്റ് ആണ് യുവാവ് നൽകിയത്. 6 ലോട്ടറി ടിക്കറ്റുകൾ തന്റെ പക്കലുണ്ട് എന്നും അതിന് സമ്മാനമടിച്ചതാണോ എന്ന് നോക്കണമെന്നും ആവശ്യപ്പെട്ടു.
QR കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് 4ാം സമ്മാനമായ 5000 രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു. തേജസ് അത് സ്കാൻ ചെയ്തു നോക്കി. 5000 രൂപ വീതം ടിക്കറ്റുകൾക്ക് അടിച്ചിട്ടുണ്ട് എന്ന് തേജസ് മറുപടി നൽകി. തേജസിന്റെ പക്കൽ കൂടുതൽ പണം ഇല്ലാത്തതിനാൽ കമ്മീഷൻ കഴിച്ച് 3 ടിക്കറ്റിന്റെ പണമായ 14,700 രൂപയാണ് കൊടുത്തത്. തേജസ് ഈ ടിക്കറ്റുകളുമായി തൃശൂരിലെ ഏജൻസിയിൽ എത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലായത്. അതേ നമ്പറിലെ ടിക്കറ്റ് ആലപ്പുഴ ട്രഷറിയിൽ മാറിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ തേജസിന്റെ പക്കലുള്ളത് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് എന്നും വ്യക്തമായി. തട്ടിപ്പ് നടത്താൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്നും ഇത്തരം തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നും പലരും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല എന്നും തേജസ് പറയുന്നു. തേജസിന്റെ പരാതിയിൽ കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബൈക്കിലെത്തി പണവുമായി മുങ്ങിയ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം കാട്ടാക്കടയിലും സമീപ പ്രദേശങ്ങളിലും ജനങ്ങൾ കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും കേന്ദ്രീകരിച്ചാണ് കവർച്ച. കാട്ടാക്കട കൂന്താണിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പണം കവർന്നതായി പരാതി. ബൈക്കിലെത്തിയ സംഘമാണ് പണം തട്ടിയെടുത്തത്. സ്ഥലത്ത് വാഹനങ്ങളിൽ കവർച്ച പതിവായിട്ടും പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കാട്ടാക്കടയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോകാൻ പേടിയാണ്. വണ്ടിയിലുള്ള പണവും മറ്റു വസ്തുക്കളും കവരുന്ന സംഘങ്ങൾ അടുത്തിടെയായി കൂടി. കൂന്താണിയിൽ നിസാറിന്റെ ഓട്ടോറിക്ഷയിൽ നിന്നാണ് ഒടുവിൽ 5000 രൂപയോളം കവർന്നത്. കഴിഞ്ഞ ആഴ്ചയിലും കാട്ടാക്കടയിൽ സമാന സംഭവമുണ്ടായി. അന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും 8500 രൂപയാണ് മോഷണം പോയത്. കാട്ടാക്കടയിൽ വിവിധ സ്ഥലങ്ങളിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ മോഷണം നടക്കുന്നതായി കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടി വണ്ടിയെ കൊണ്ടുവന്ന് 12:30 ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരുന്നു. വീടിൻ്റെ സമീപത്ത് ക്യാമറ ഉള്ള സ്ഥലമാണ്. പാർക്ക് ചെയ്തെന്ന് തിരിച്ച് ഞാൻ 1:30 മണിയായപ്പം 1:15 മണിക്കകത്ത് ഇവിടെ ഇറങ്ങിയപ്പം വണ്ടിയിൽ ഡാഷ് ബോക്സ് തുറന്നു കിടന്നു. അതിൽ എൻ്റെ പേഴ്സും 5000 രൂപയും ATM കാർഡും കുറച്ച് പണയം വെച്ച തുണ്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടിൽ ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ കയറി ചെക്ക് ചെയ്തപ്പം ഞാൻ പോയി 12:30 കൊണ്ടുപോയി 12:50 ആയപ്പം ഈ വണ്ടിയിൽ ഒരു പയ്യൻ 2 പയ്യന്മാർ വന്ന് ഒരു പയ്യൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടിക്കകത്ത് കയറി വണ്ടിയിലിരുന്ന ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട്. ഓട്ടോയിൽ മാത്രമല്ല കാട്ടാക്കടയിലാകെ കള്ളന്മാർ പെരുകിയിട്ടും പോലീസിന് അനക്കമില്ലെന്നാണ് പരാതി. 2 ആഴ്ച മുൻപ് കാട്ടാക്കട KSRTC സ്റ്റാൻഡിൽ ബസ്സിനകത്ത് നിന്ന 2 സ്ത്രീകളുടെ മാല മോഷണം പോയിരുന്നു. എന്നാൽ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ പല ബാങ്കുകളും വെറും പണമിടപാട് സ്ഥാപനങ്ങൾ മാത്രമായി മാറുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പെരുമാറേണ്ട ചില സഹകരണ സംഘങ്ങൾ പോലും മനുഷ്യത്വരഹിതമായാണ് ഇടപെടുന്നത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ ജപ്തിയുടെ ഭാഗമായി വീടുകളിൽ നിന്ന് താമസക്കാരെ ഇറക്കിവിടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും പുല്ലുവിലയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജപ്തി നടപടി ഒരു യുവാവിൻ്റെ ജീവനെടുത്തു. സഹകരണ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയെ തുടർന്നാണ് കണിച്ചുകുളങ്ങര സ്വദേശി വൈശാഖ് ആത്മഹത്യ ചെയ്തത്. ബാങ്കിൻ്റെ അദാലത്തിൽ വായ്പാ തിരിച്ചടവിന് സാവകാശം അനുവദിക്കാത്തതാണ് ആത്മഹത്യ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കയർ തൊഴിലാളിയായിരുന്ന വൈശാഖ് മോഹൻ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാനായാണ് സ്റ്റുഡിയോയിൽ ജോലിക്ക് കയറിയത്. ബാധ്യത തീർത്ത് വീട് തിരികെ പിടിക്കാനുള്ള പരക്കം പാച്ചിലായിരുന്നു. എന്നാൽ തിരിച്ചടവിന് കുറച്ച് സമയം കൂടി ബാങ്ക് അധികൃതരോട് അമ്മ ഓമനയ്ക്കൊപ്പം വൈശാഖ് ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. തിങ്കളാഴ്ച ബാങ്കിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടൻ വൈശാഖ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത് തീർത്തും ശരി തന്നെയാണ്. ജീവനക്കാരുടെ ഒരു സഹകരണം, അവിടുത്തെ
മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വായ്പക്കാരനുമായിട്ടൊക്കെയുള്ള ഒരു സഹകരണത്തിൻ്റെ ഒരു മോശമായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. കാര്യം പിന്നെ 2015 ഈ വായ്പ എടുത്തത്. ആ വായ്പ ഈ പറയുന്ന പേരൊക്കെ പിന്നെ മുത്തച്ഛനെടുത്ത. അപ്പോൾ അതിൻ്റെ അവകാശികൾ ശരിക്കും ഓമനയും ആനന്ദവല്ലി അമ്പി, ഇവർ 3 മക്കളാണ്. 3 പേർക്കാണ് അവകാശം. ആ രാഘവൻ്റെ മരണത്തിന് ശേഷം ആ വായ്പ തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അദാലത്ത് വെച്ചിരുന്നു, സൊസൈറ്റി ഹിയറിങ്ങിന് വെച്ച്. അത് കോടതിയിൽ പോയതിൻ്റെ പേരിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമം പരാജയപ്പെടുകയായിരുന്നുള്ളത്. 2015 1.5 ലക്ഷം രൂപയാണ് വൈശാഖിന്റെ മുത്തശ്ശൻ രാഘവൻ 1173 നമ്പർ കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. രാഘവൻ മരണപ്പെട്ടതോടെ ബാധ്യത മകൾ ഓമനയുടെയും കുടുംബത്തിന്റെയും ചുമലിലായി. നിലവിൽ പലിശയും പിഴപ്പലിശയും അടക്കം 3,92,000 രൂപ അടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നും കാട്ടി നോട്ടീസ് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ അദാലത്തിലും ജപ്തി ചെയ്യുമെന്ന നിലപാട് ബാങ്ക് ആവർത്തിച്ചു. അപ്പോൾ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ, ആ അമ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് FIR നമ്പരൊക്കെ ഇട്ടിട്ടുണ്ട്. FIRൻ്റെ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് അതിൻ്റെ ഈ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ടുള്ള നിയമപരമായിട്ട് ഇവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ, സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പോൾ ഒരു അമ്മക്ക് വരുന്ന വികാരം എന്താണെന്നുള്ള നമുക്ക് അറിയാമല്ലോ. അപ്പോൾ തിരിച്ച് ഇനി ഭാവിയിൽ ആ അമ്മയെ സംരക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്ന കുടുംബത്തെ ഇനി ഒരു അത്താണിയായിട്ട് വരുമാന മാർഗം നഷ്ടപ്പെട്ട ഈ നിലയിൽ ഇത് ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഇതിന് ഉചിതമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന സൊസൈറ്റിയും ഭരണസമിതിയും എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വൈശാഖിന്റെ മരണവിവരം അറിഞ്ഞിട്ടും CPM നേതൃത്വം നൽകുന്ന ബാങ്ക് ഭരണസമിതി അംഗങ്ങളോ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നതും പ്രതിഷേധം വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. പല ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും പ്രധാന വരുമാന മാർഗം ലഹരി കച്ചവടമാണ്. അവരുടെ നാട്ടിൽ പോയി വരുമ്പോൾ ലഹരി കൊണ്ടുവരികയും കേരളത്തിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നതാണ് രീതി. പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിൽ പുറത്തിറക്കാനും ആളുകളുണ്ട്. ഇങ്ങനെ ജാമ്യം ലഭിക്കുന്നതോടെ വീണ്ടും പഴയ പണിയിലേക്ക് പോകും. ബംഗാൾ സ്വദേശി രാജേഷ് മണ്ഡൽ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിലെ പ്രധാനിയാണ്. കഴിഞ്ഞ ദിവസം എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്നും ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തു. സമാനമായ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. രാജേഷ് മണ്ഡൽ എന്ന 23-കാരനാണ് വാഹന പരിശോധനയ്ക്കിടയിൽ പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നൽകുന്നതിനെത്തിച്ചതായിരുന്നു ലഹരി വസ്തുക്കൾ. വിഴിഞ്ഞം മുക്കോല ഭാഗത്തെ ക്യാമ്പുകളിൽ വിതരണം ചെയ്യാൻ എത്തിച്ചതായിരുന്നു ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ. പ്രതിയിൽ നിന്നും 20 ഗ്രാം ബ്രൗൺ ഷുഗറും കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. മുൻപും സമാന കേസിൽ ഇയാൾ പ്രതിയാണ്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രസന്നൻ, ലാൽകൃഷ്ണ, വിനോദ് കുമാർ, അഖിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പിടിയിലായ പ്രതിയെ നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പട്ടാമ്പിയിലെ പ്രധാന ലഹരി ഇടപാടുകാരനാണ് കൊളത്തൂർ സ്വദേശി സക്കീർ ഹുസൈൻ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗുകൾ എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി. ഹുസൈൻ എത്തിക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ നിരവധി സംഘങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പട്ടാമ്പി കൊപ്പത്ത് നടത്തിയ പരിശോധനയിൽ യുവാവിൽ നിന്ന് 7 ഗ്രാം മെത്തഫിറ്റമിൻ പിടിച്ചെടുത്തു. സക്കീർ ഹുസൈനെ കൂടാതെ കൂടുതൽ പേർ കുടുങ്ങുമെന്നാണ് സൂചന. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കൊപ്പം സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിന്നാണ് കൊളത്തൂർ സ്വദേശി മുണ്ടമ്മൽ വീട്ടിൽ സക്കീർ ഹുസൈനെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 6.95 ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെടുത്തു. പട്ടാമ്പി എക്സൈസും ഇന്റലിജൻസ് ബ്യൂറോയും
പാലക്കാട് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്ന ഇയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് കേന്ദ്രീകരിച്ച് ഇയാൾ മുൻപും മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. കൂടുതൽ പേർ ഇയാൾക്കൊപ്പം മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളികളാണോ എന്നും സംശയമുണ്ട്. സക്കീറിനെ ചോദ്യം ചെയ്യുന്നതോടെ ഇയാൾക്ക് ലഭിക്കുന്ന മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പാലക്കാട് എക്സൈസ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ RS സുരേഷ്, പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ഓസ്റ്റിൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 പട്ടാമ്പി. ഡ്രൈ ഡേയുടെ മറവിൽ സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിലാണ് അനധികൃത മദ്യക്കച്ചവടം നടന്നത്. ഈ സംഘങ്ങളെ പിടികൂടാൻ പോലീസ് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വലിയ തോതിൽ വിദേശ മദ്യം പിടികൂടി. കൊല്ലം പട്ടത്താനത്ത് വിൽപ്പനയ്ക്കായി വൻ മദ്യവേട്ട നടന്നു. ഇന്ത്യൻ നിയമമനുസരിച്ച് വിൽപ്പനയ്ക്ക് അനുവദനീയമല്ലാത്ത വിദേശ മദ്യശേഖരം വീട്ടിൽ സൂക്ഷിച്ചതിനാണ് ഡാനി ജേക്കബ് പിടിയിലായത്. കൊല്ലം പട്ടത്താനത്തെ ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് ഈസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പരിശോധനയിൽ 90 ലിറ്റർ വിദേശ മദ്യവും 750 മില്ലിയുടെ 120 കുപ്പികളും പിടിച്ചെടുത്തു. മദ്യത്തിന്റെ ഒരു ഭാഗം ഗോവയിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. മാധ്യമങ്ങളെ കണ്ട പ്രതി സുഹൃത്ത് തന്റെ വീട്ടിൽ മദ്യം കൊണ്ടുവച്ചതാണെന്ന് ഉറക്കെ പറഞ്ഞു. ഡാനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടാളിയും കേസിൽ പ്രതിയായിട്ടുണ്ടെന്നും അയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും ഈസ്റ്റ് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോതമംഗലം എക്സൈസിന്റെ നേതൃത്വത്തിൽ പോത്താനിക്കാട് നടത്തിയ പരിശോധനയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായാണ് യുവാവ് അറസ്റ്റിലായത്. പോത്താനിക്കാട് സ്വദേശി സനൽ പൗലോസ് എന്നയാളെയാണ് അബ്കാരി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 25 ലിറ്റർ മദ്യം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. കോതമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാജു കേട്ടിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊല്ലം, കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വധശ്രമം മയക്കുമരുന്ന് കേസ് പ്രതികളെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പറവൂർ വടക്കേക്കര പട്ടണംകരയിൽ ആളംതുരുത്ത് ഭാഗത്ത് വൈശാഖ് ചന്ദ്രൻ, പറവൂർ ചേന്ദമംഗലം ഗോതുരുത്തുകരയിൽ ബെന്റ് എന്നിവരെയാണ് കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലടച്ചത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പ്രിയങ്ക ജിയാണ് ഉത്തരവിട്ടത്. പട്ടാമ്പി വാടാനം കൃഷിയിൽ അനധികൃത മദ്യവിൽപ്പന പിടികൂടി. പ്രതി വാടാനം കൃഷി തെക്കുംപറമ്പിൽ വീട്ടിൽ ഷിനുവിനെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി ചുരുളിക്ക് സമീപത്തു നിന്ന് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 6 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. സംഭവത്തിൽ കത്തിപ്പാറതടം വയൽ ജിജി ജോസഫിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പിടികൂടിയ മദ്യം ചില്ലറ വിൽപ്പനയ്ക്കായി വാങ്ങി സൂക്ഷിച്ചിരുന്നതായാണ് വിവരം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഹൈദരാബാദിന് സമീപം വൻ മയക്കുമരുന്ന് വേട്ട. 400 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. റാമോജി ഫിലിം സിറ്റിക്ക് സമീപം ചരക്ക് ലോറിയിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. അറസ്റ്റിലായ 3 പ്രതികളും രാജസ്ഥാൻ സ്വദേശികൾ. സർക്കാർ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ ഭോപ്പാലിൽ നവജാത ശിശുവിനെ ദമ്പതികൾ വനത്തിലുപേക്ഷിച്ചു. സർക്കാർ സ്കൂളിലെ അധ്യാപകരായ ബബ്ലു ദണ്ഡോലിയയും ഭാര്യയുമാണ് കുഞ്ഞിനെ കാട്ടിലുപേക്ഷിച്ചത്. 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് സർക്കാർ ജോലിക്ക് വിലക്കുള്ളതിനാലായിരുന്നു ദമ്പതികൾ ഇങ്ങനെ ചെയ്തതെന്ന് പോലീസ്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. മദ്യവും മയക്കുമരുന്നും എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതമാണ് തകർക്കുന്നത്. ലഹരിക്കടിമകളായ മക്കൾ മാതാപിതാക്കൾക്ക് കണ്ണീർ മാത്രമാണ് സമ്മാനിക്കുന്നത്. രാസലഹരി ഉപയോഗിക്കുന്ന യുവാക്കൾ എത്രത്തോളം അപകടക്കെണിയിലാണ് അകപ്പെട്ടതെന്ന് പലപ്പോഴും തിരിച്ചറിയാറില്ല. പെറ്റമ്മയെയും ഉറ്റവരെയും കൊലപ്പെടുത്തുകയും നാട്ടിൽ ഭീതി പരത്തുകയും ചെയ്യുന്നവരിൽ പലരും മയക്കുമരുന്നിന് അടിമകളാണ്. അതിൽ വിദ്യാസമ്പന്നരും മികച്ച ജോലിയുള്ളവരുമുണ്ട്. കൊല്ലത്ത് MDMA പോലീസ് പിടിച്ചെടുത്തത് ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനിൽ നിന്നാണ്.
പോലീസിനെ കണ്ട് ഭയന്നോടിയ കൊല്ലം നെടുമ്പന സ്വദേശി ഹുസൈനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പിടികൂടിയത്. സ്വന്തം ഉപയോഗത്തിനാണ് MDMA കരുതിയതെന്ന് ഹുസൈൻ പോലീസിന് മൊഴി നൽകി. ഹുസൈനെ പോലെ മികച്ച വിദ്യാഭ്യാസവും കരിയറും ലക്ഷ്യമിടുന്ന നിരവധി ചെറുപ്പക്കാരുടെ ജീവിതമാണ് അമിതമായ ലഹരി ഉപയോഗം കാരണം തകർന്നിട്ടുള്ളത്. താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും അപ്പുറം അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.